ഗോദി മീഡിയയെല്ലാം വെറും തരംതാണ നാണംകെട്ട മോദി സ്തുതി പാഠകരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്ത് സംഭവമുണ്ടായാലും മോദി കീഴ്ശ്വാസം വിട്ടാലും അത് മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്ന് സ്ഥാപിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ഈ ഗോദി മീഡിയ ആങ്കർമാരിൽ ഏറ്റവും തരംതാണ ഷൂനക്കൽ നടത്തുന്നത് ആരാണ് എന്നറിയാമോ? ABP ന്യൂസിന്റെ റൂബിക ലിയാഖത്ത്. അവർ എക്സിലൂടെ ഒരു സർവേ നടത്തി. ആ സർവേയുടെ റിസൾട്ട് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതികരണവും വളരെ രസകരമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ ഗോദി മീഡിയ ആങ്കർമാരും യാതൊരു ഉളുപ്പുമില്ലാതെ നാണവുമില്ലാതെ മോദിക്ക് വേണ്ടി വിടുപണി ചെയ്യുകയും കാല് നക്കുകയും ചെയ്യുന്നവർ മാത്രമാണ്. എന്നാൽ നാണം കെട്ടവരുടെ പോലും നാണം കെടുത്തുന്ന, അതെ, നാണം കെട്ടവരെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ അത്ര തരംതാണ് വിടുപണി ചെയ്യുന്ന ആളാണ് റൂബിക ലിയാഖത്ത്. ABP ന്യൂസിലൂടെ മോദിക്ക് വേണ്ടി ഫേക്ക് ന്യൂസുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഇവർക്ക് 5 മില്യണിലധികം ഫോളോവേഴ്സ് ആണ് എക്സിലുള്ളത്. അപ്പോൾ തന്നെ അറിയാമല്ലോ സംഖ്യകളുടെ ഇടയിൽ ഇവർ എത്ര വലിയ സെലിബ്രിറ്റിയാണ് എന്നുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് ഇവർ മോദിയുമായി ഒരു ഇന്റർവ്യൂ നടത്തിയത് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവാം. पहले जब तक माँ जिंदा थी मुझे लगता था कि शायद बायोलॉजिकली मुझे जन्म दिया गया है. माँ के जाने के बाद इन सारे अनुभवों को मैं जोड़ करके देखता हूँ तो मैं कन्विंस हो चुका हूँ. गलत हो सकता हूँ, लोग लेफ्टिस्ट लोग तो मेरे धज्जियां उड़ा देंगे, मेरे बाल नोच लेंगे. मैं कन्विंस हो चुका हूँ कि परमात्मा ने मुझे भेजा. ये ऊर्जा बायोलॉजिकल शरीर से नहीं मिली है. ये ऊर्जा ईश्वर ने मुझसे कुछ काम लेना है, इसलिए मुझे विधा भी. ഇവരോടാണ് മോദി പറഞ്ഞത്, ഞാൻ മനുഷ്യനിൽ നിന്ന് ജനിച്ചതല്ല, അമ്മയിൽ നിന്ന് ജനിച്ചതല്ല. അമ്മയുടെ മരണശേഷം എനിക്ക് മനസ്സിലായി ഞാൻ നോൺ ബയോളജിക്കലാണ്. ദൈവം നേരെ ഭൂമിയിലേക്ക് അയച്ചതാണ് ഈ ലോകത്തെ മൊത്തം രക്ഷിക്കുന്നതിന് വേണ്ടി എന്ന്. അതുപോലെ തന്നെ ഇലക്ഷൻ പ്രചാരണ പ്രസംഗങ്ങളിൽ മോദി മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് മുസ്ലിമായ ഇവർ വളരെ പ്രേമത്തോടെ മോദിയോട് ചോദിച്ചു. मैं हैरान हूं जी, ये किसने आपको कहा कि जब ज्यादा बच्चों की बात होती है तो सिर्फ मुसलमान का नाम जोड़ देते हैं? क्यों मुसलमान के साथ अन्याय करते हैं आप? हमारे यहाँ गरीब परिवारों में भी ये हाल है जी. उनके बच्चों को पढ़ा नहीं पा रहे हैं. किसी भी समाज के हो, गरीबी जहाँ है वहाँ बच्चे भी ज्यादा है. മോദി അതിന് മറുപടി പറഞ്ഞത്, എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ വല്ലതും പറയുമോ? നിനക്കറിയാമല്ലോ ഞാൻ അങ്ങനെയുള്ള ആളല്ലെന്ന്. അത് കേട്ട് റൂബിക 30 ദിവസമാണ് തുടർച്ചയായി ആ കാര്യം പറഞ്ഞ് മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. മോദി ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെ പറയുകയില്ല, പറഞ്ഞിട്ടില്ല, അത് മോദി തന്നെ വ്യക്തമാക്കി എന്ന്. അങ്ങനെയുള്ള അവർ 50 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള അവരുടെ മോദിയുടെ നിർമ്മലയുടെ ബഡ്ജറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ചതാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി എക്സിൽ ഒരു പോൾ നടത്തി. ആ സർവേയുടെ ചോദ്യം 2026 ബഡ്ജറ്റ് എങ്ങനെയുണ്ടെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ്. അവർ തീർച്ചയായും പ്രതീക്ഷിച്ചത് 5 മില്യൺ സംഖ്യകൾ അവർക്ക് ഫോളോവേഴ്സായി ഉള്ളപ്പോൾ 80% പേരും പറയും അത്യുഗ്രനായിരുന്നു എന്നാണ്. ന്യായമായും അവർ അങ്ങനെയേ പ്രതീക്ഷിക്കൂ എന്ന് ഉറപ്പാണല്ലോ. വളരെയേറെ ദീർഘവീക്ഷണത്തോടെയുള്ള, ഭാവിയിൽ വലിയ ഉപകാരം ചെയ്യാൻ പോകുന്ന, രാജ്യത്തെ വികസിപ്പിച്ച് അങ്ങ് നെറുകും തലയിൽ കയറ്റുന്ന ബഡ്ജറ്റാണ് എന്ന് പറയും എന്ന് അവർ വിചാരിച്ചു. അതിൻ്റെ ഓപ്ഷനുകൾ നല്ലത്, മോശം, കുഴപ്പമില്ലാത്തത്, വളരെയേറെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള, ഇന്ത്യയിലെ ഭാവിയിലേക്ക് കുതിപ്പിക്കുന്നത് എന്നിങ്ങനെ 4 എണ്ണമായിരുന്നു. ആ സർവേയോട് റെസ്പോണ്ട് ചെയ്തത് വളരെയേറെ ആളുകളാണ്. മൊത്തം 4,70,000-ലധികം ആളുകൾ ആ സർവേ കണ്ടു. 70,240 പേർ വോട്ട് ചെയ്തു. 70,000-ലധികം ആളുകൾ വോട്ട് ചെയ്ത ഈ മെഗാ സർവേയുടെ റിസൾട്ട് എന്താണ് എന്ന് കണ്ടുകൊള്ളൂ. വളരെയേറെ ദീർഘവീക്ഷണം ഉള്ളത് എന്ന് പറഞ്ഞത് 6.3% പേർ മാത്രം. നല്ലത് എന്ന് പറഞ്ഞത് വെറും 4.9% പേർ മാത്രം. കുഴപ്പമില്ല, ഓക്കെയാണ് എന്ന് പറഞ്ഞവർ 5.4% പേർ. എന്നാൽ വളരെ മോശം എന്ന് പറഞ്ഞവർ എത്രയാണെന്ന് കണ്ടോ? 83.4% പേർ. വെറും 16% പേർ മാത്രമാണ് അല്പമെങ്കിലും കുഴപ്പമില്ലാത്തതാണ്, അല്ലെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ മികച്ചതാണ് എന്ന് പറഞ്ഞത്. ഓർക്കണം, ഇവരാണ് ഇന്ത്യയിലെ നമ്പർ 1 നാണംകെട്ട ഗോദി മീഡിയ ആങ്കർ. അവരുടെ ഫോളോവേഴ്സിന് മാത്രമല്ല വോട്ട് ചെയ്യാവുന്നത്, മറിച്ച് എക്സിൽ അക്കൗണ്ടുള്ള ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് എക്സ് ഉപയോഗിക്കുന്ന ആളുകൾ
അതായത് പൊതുവിൽ ഇന്ത്യയിലെ ഏറ്റവും വിവേകമുള്ള ആളുകൾ മോദിയെയും അവരുടെ ഭരണത്തെയും കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന്. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, അറിവുള്ള ആളുകൾ മാത്രം വോട്ട് ചെയ്യുകയാണെങ്കിൽ സംഘികൾക്ക് 15%, പരമാവധി 16% വോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന്. അതുപോലെ ഈ സർവേയെക്കുറിച്ച് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇത് ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ബഡ്ജറ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന ആ ചോദ്യത്തിന് തൊട്ടുമുകളിൽ നിങ്ങൾ കണ്ടോ, ട്രാൻസ്ലേറ്റഡ് ഫ്രം ഹിന്ദി എന്ന്. അതായത് സംഘികൾക്ക് വേണ്ടി, ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടി ഹിന്ദിയിൽ തന്നെയാണ് അവർ ഈ സർവേ പോസ്റ്റ് ചെയ്തത്. ഇംഗ്ലീഷ് അറിയാവുന്ന, വിദ്യാഭ്യാസമുള്ള ആളുകൾ മാത്രമായിരിക്കരുത് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. കൗബെൽറ്റിലുള്ള എഴുത്തും വായനയും അറിയത്തില്ലാത്ത എല്ലാ സംഘികൾക്കും ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ ഹിന്ദിയിൽ തന്നെ ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ ഇതാണ് പ്രതികരണമെങ്കിൽ കാര്യങ്ങളെല്ലാം പകൽ പോലെ വ്യക്തമാണല്ലോ. ഈ റിസൾട്ട് കണ്ടപ്പോൾ അവർക്ക് വല്ലാതെ വിഷമമായി. അതിന്റെ വിഷമം കൊണ്ട് അവർ പ്രതികരിച്ചത് എന്താണ് എന്ന് കണ്ടോ? ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും അവർ വളരെ ആവേശത്തോടെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കും എന്ന്. ആ എഴുതിയിരിക്കുന്ന ശൈലി ശ്രദ്ധിച്ചോ? അവർ വളരെയേറെ ആവേശത്തോടെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കും. ആരെയാണ് അവർ എന്ന് ഇവർ പറയുന്നത്? 1% നിഷ്പക്ഷതയുണ്ടെങ്കിൽ ഇന്ത്യയിലെ വിവേകമുള്ള ആളുകളെ ഇവർ അവർ എന്ന് വിളിക്കുമോ? അതായത് ഇവരുടെ ആൾക്കാർ അല്ലാത്തവർ അവർ. ഗോദി മീഡിയകൾ മുൻപും ട്വിറ്ററിൽ സർവേകൾ നടത്തിയിട്ടുണ്ട്. 2024 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഒരു പ്രമുഖ ഗോദി മീഡിയ എക്സിൽ ഒരു സർവേ നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോജിച്ചയാൾ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് 4 ലക്ഷത്തിലധികം പേരാണ് അന്ന് ആ സർവേയോട് പ്രതികരിച്ചത്. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്നറിയാമോ? 74% പേരും പറഞ്ഞത് രാഹുൽ ഗാന്ധി എന്നാണ്. വെറും 23% പേർ മാത്രമാണ് പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും യോജിച്ചത് മോദിയാണ് എന്ന് പറഞ്ഞത്. എക്സിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം മോദിയേക്കാൾ 10 മടങ്ങ് പിന്തുണയാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത്. പൊതുവെ യൂട്യൂബ് ഒഴികെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് യുവജനങ്ങളാണ് എന്നറിയാമല്ലോ. അതായത് ഇന്ത്യയിലെ യുവജനങ്ങളിൽ 80% പിന്തുണയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. യുവജനങ്ങളിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശരിയല്ല. വിദ്യാഭ്യാസവും വിവേകവുമുള്ള യുവജനങ്ങളിൽ 80%-ലധികം പിന്തുണയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. മോദിക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാം ശതകോടിക്കണക്കിന് വോട്ട് ഫോളോവേഴ്സ് ഉണ്ട് എന്ന് ഓർക്കണം. എന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ ജനപിന്തുണയെ കവച്ചുവെക്കാൻ പോയിട്ട് 7 അയലത്തെത്താൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളിൽ, വിവരമില്ലാത്ത ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഉപയോഗിക്കുന്നത് വാട്സാപ്പ് ആണല്ലോ. അതിൽ മോദിക്ക് വലിയ മുൻതൂക്കമുണ്ട് എന്ന് സമ്മതിക്കാതെ വയ്യ. അതായത് സംഘികളെ പോലെയുള്ള വിവരമില്ലാത്ത, വിവേകമില്ലാത്ത, സംസ്കാരമില്ലാത്ത വെറും ചാണകൻ തീനികൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ബിരുദക്കാർ മാത്രമാണ് ഇന്ത്യയിലെമ്പാടും മോദിയെ പിന്തുണയ്ക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തം എടുത്താൽ പോലും ഇവർക്ക് ഒരു 30% വോട്ടുകൾ പോലും ലഭിക്കുകയില്ല എന്നുള്ളതും വളരെ കൃത്യമായ കാര്യമാണ്. പിന്നെ സ്വന്തമായി സെലക്ഷൻ കമ്മീഷൻ ഉള്ളതിനാൽ ഇലക്ഷനുകൾ വിജയിക്കുക എന്നുള്ളത്, അതും വലിയ മുൻതൂക്കത്തോടെ വിജയിക്കുക എന്നുള്ളത് മോദിക്കും കൂട്ടർക്കും ഒരു പ്രശ്നവുമല്ല. എന്നാൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഇവർക്ക് എതിരായിരിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു വലിയ തെളിവാണ് ഇത്. റൂബികയ്ക്ക് ശരിക്കും കിട്ടിയെന്ന് പറയാതെ വയ്യ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?